ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് വിരമിച്ചു. ലോകായുക്തയ്ക്കായി 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ ശേഷമാണ് വിരമിക്കൽ. ലോകായുക്ത ഫുൾ കോർട്ട് ചേർന്ന സിറിയക് ജോസഫിന് യാത്രയയപ്പ് നൽകി. പുതിയ ലോകായുക്ത നിയമനം സർപ്രൈസ് ആയിരിക്കുമെന്ന് യാത്രയയപ്പിൽ സിറിയക് ജോസഫ് പറഞ്ഞു. ജസ്റ്റിസ് സിറിയക് ജോസഫ് ലോകായുക്തയായിരുന്ന കാലയളവിൽ 2087 കേസുകളാണ് കേരള ലോകായുക്തയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3021 കേസുകൾ ഈ കാലയളവിൽ തീർപ്പാക്കിയിട്ടുമുണ്ട്. 2019 മാർച്ച് 28 മുൻപ് ഫയൽ ചെയ്ത കേസുകളും ജസ്റ്റിസ് സിറിയക് ജോസഫ് തീർപ്പാക്കിയവയിൽ ഉൾപ്പെടും. ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കേസിലെ വിവാദ വിധിയും തുടർന്ന് ഭരണ പ്രതിപക്ഷ ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ കൂടി കേട്ടുകൊണ്ടാണ് ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ ലോകായുക്തയിൽ നിന്നുള്ള പടിയിറക്കം. ലോകായുക്ത നിയമ ഭേദഗതി വന്നതിനുശേഷം പലയിടങ്ങളിൽ നിന്നും ആക്ഷേപങ്ങൾ ഉയർന്നുവെന്നും ലോകായുക്തയുടെ പല്ലുപറിച്ചെന്നും ചിറകുകൾ അരിഞ്ഞുവെന്നും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നെന്നും സിറിയക് ജോസഫ് വ്യക്തമാക്കി. When I was appointed as Lokayukta, I heard many people commenting that the Lokayukta is a teethless tiger. When the Kerala Lokayukta Amendment Ordinance 2022 was issued, and later when the Amendment Bill 2022 was passed, the very same people, including the media, made comments like, Lokayukta's teeth have been plucked, Lokayukta's wings have been clipped. Where did these teeth come from? ഇനിയുള്ള നാൾ വിശ്രമ ജീവിതമായിരിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം അവസാനമായി സഹപ്രവർത്തകരോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടാണ് ലോകായുക്ത പദവിയിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയത്. When my daughter saw the newspaper report coming down, she sent a message to me saying, now your assignment will be given by your grandchildren. So I am looking for that with all joy and happiness. Thank you very much. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ കൊടുങ്ങല്ലൂർ SN പുരത്ത് ഷാപ്പിൽ നിന്ന് 588 ലിറ്റർ സ്പിരിറ്റ് കലർത്തിയ കള്ള് പിടിച്ചെടുത്തു. സംഭവത്തിൽ ഷാപ്പ് മാനേജർ